സോ ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ബിഗ് ബോസിൻ്റെ ഒരു എപ്പിസോഡ് കാണുന്നത്. അങ്ങനെ ലൈവാണ്, ഞാൻ ഹോട്ട്സ്റ്റാറിൽ ലൈവാണ് കണ്ടത്. എൻ്റെ പൊന്നെ, ഒരു ചളീൻ്റെ ചെറിയൊരു ഗെയിമാണ്, ഒരടി ഫുള്ളടി എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ നല്ല രസമുണ്ട് കേട്ടോ, കണ്ടുതിരിയാനൊക്കെ നല്ല രസമുണ്ട്, നല്ല വൈബാണ്. നമ്മൾ സാധാരണ ഈ ഗെയിമിലൊക്കെ ലൈവ് സ്ട്രീമൊക്കെ കാണുമ്പോൾ ആ ഒരു ഫീലുണ്ട്. കോമഡിയാണ്, അങ്ങോട്ടടി ഇങ്ങോട്ടടി, അതിന് തോണ്ടുക അങ്ങനത്തെ ഒരു സംഭവം തന്നെയാണ് ഇതിൽ. പക്ഷെ ഇങ്ങനത്തെ ഒരു സംഭവം കാണാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ നിൽക്കുന്നതും, അത് വേറെ കാര്യം. ഇതിൽ സത്യം പറഞ്ഞാൽ ഇതിൽ കുറേ നോട്ടീസ് ചെയ്ത ചെങ്ങായി എന്ന് പറഞ്ഞാൽ സിജോ എന്ന് പറഞ്ഞ ചെങ്ങായി ഉണ്ട്. ഈ ഒരു ഗെയിമാണ്, ഒരു ചളിയിൽ എന്താ പറയുക, ചളി ഉണ്ടാവും, ആ ചളിയിൽ കുറേ ബോൾ ഉണ്ടാവും, ആ ബോളിൽ എടുത്തിട്ട് ബാസ്കറ്റിലേക്ക് ഇടുക, ഇത്രയേ ഉള്ളൂ. സിമ്പിൾ ഗെയിം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഭയങ്കര സിമ്പിൾ. അതിലെല്ലാവരും ഉണ്ടാവും. എല്ലാവരും ബോക്സിൽ ഇട്ട് കഴിഞ്ഞാൽ ആരാണ് ക്യാപ്റ്റൻ എന്നുള്ളത്, ആ ജയിച്ച ആളായിരിക്കും ക്യാപ്റ്റന് എന്തൊക്കെയാ പവേഴ്സ് ഉണ്ടോ എന്ന് തോന്നുന്നു, എന്തെങ്കിലും പവേഴ്സൊക്കെ ഉണ്ടാവും, എനിക്ക് അറിയില്ല എങ്ങനെയാണെന്നൊന്നും, ഞാൻ ഈ കണ്ടുവരുന്നുള്ളൂ. സോ അങ്ങനെ ഈ ഒരു പവർ കിട്ടും, ക്യാപ്റ്റൻ ആവും. ഈ ക്യാപ്റ്റൻ ആവാൻ വേണ്ടിയിട്ട് ഓരോരുത്തരും ഇതിൽ ബിഗ് ബോസ് പറയുന്നത് പറഞ്ഞാൽ ഇൻഡിവിജ്വലായിട്ട് ബോൾ പെറുക്കണം എന്ന് പറയുന്നുണ്ട്, ബക്കറ്റിലിടണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സിജോയും വേറെ ഒരു റോക്കി എന്ന് പറഞ്ഞാൽ എങ്ങനെയുണ്ട്, റോക്കി കോമഡിയാ ഭയങ്കര മറ്റേ റോക്കി ബായ് ആ സാധനമാണ്. ഈ പാട്ട് മാറിപ്പോയി, അതെന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ആ സംഭവത്തിലാണ് റോക്കി ബായ് നിൽക്കുന്നത്. റോക്കി ബായ് ആവാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് എനിക്ക് കോമഡി ആയിട്ടാണ് തോന്നുന്നത്. പക്ഷെ മൂപ്പരൊരു ഇതുണ്ട്, മൂപ്പര് പറഞ്ഞ കാര്യം മൂപ്പര് ചെയ്യുന്നുണ്ട്, അത് ഞാൻ ശ്രദ്ധിച്ചു. മൂപ്പരെയും സിജോയും കൂടി നൈസായിട്ട് ടീമപ്പ് ആവും. അപ്പം അത് ജാസ്മിൻ പൊക്കൂ. എനിക്ക് 100% ഉറപ്പേനു ആ പെണ്ണുമ്പോഴുള്ള കച്ചറ ഉണ്ടാക്കാൻ ബെസ്റ്റാണ്. എന്തെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കുക, നമ്മൾ യൂട്യൂബിൽ തന്നെ ഇഷ്ടംമാര് കാണലുണ്ട്, കുത്തിത്തിരിപ്പുണ്ടാക്കുക. ജാസ്മിൻ വേറെ ലെവലാണ്, ബിഗ് ബോസിന് പറ്റിയ ഒരാളാണ് ജാസ്മിൻ. അത് പോരാഞ്ഞിട്ട് രതീഷ്ണോ എന്തായിരുന്നു ആളുടെ പേരെന്തായിരുന്നു, ഞാൻ മറന്നുപോയി, എന്തായിരുന്നു അയാളുടെ പേര്, എന്തോ രതീഷോ അങ്ങനെ എന്തോ പറഞ്ഞ ചങ്ങായിട്ട്. മൂപ്പര് മറ്റേ പാട്ടൊക്കെ പാടും, മൂപ്പര് ഭയങ്കര ജോളിയൊക്കെയാണ്. പിന്നെ കോണ്ടന്റ് ഉണ്ടാക്കാൻ കിട്ടില്ലനാണ്, കോണ്ടന്റ് ഉണ്ടാക്കാൻ അടിപൊളിയാണ്. മൂപ്പരിങ്ങനെ ഓരോ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി, കച്ചറുണ്ടാക്കി, ആദ്യം തന്നെ എന്തോ സീർട്ട് വലിച്ചതിന് എന്തോ സീൻ ഉണ്ടാക്കി. അങ്ങനെ നമുക്ക് ഇങ്ങനെ കാണുമ്പോൾ എന്തെങ്കിലും ഒരു കച്ചറ കാണണം. ഓഫ് കോഴ്സ് എനിക്കല്ല, ഇതിങ്ങനെ കാണുമ്പോൾ കണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കച്ചറ ഉണ്ടായാലും, അല്ലെങ്കിൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഈച്ചനായിട്ട് പാറ്റിക്കേണ്ടി വരും. ഇതങ്ങനെയല്ല, അത് അവിടെ കച്ചറൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഞാൻ വിചാരിച്ചത് മുടിയനെയൊക്കെ ഞാൻ ഭയങ്കര നോട്ടീസ് ചെയ്യുന്നു, ഞാൻ ഇവരെ ആരും നോട്ടീസ് ചെയ്തില്ല. ഞാൻ സത്യം പറഞ്ഞാൽ നോട്ടീസ് ചെയ്ത് മറ്റേ ഈ റോക്കി ബായ് ഭയങ്കരമായിട്ട് ഇങ്ങനെ എടുത്ത് കാണിക്കുക മൂപ്പരൊരു കാര്യം ചെയ്തതിന്. പിന്നെ രതീഷ് എമ്മാരി ചെങ്ങായിച്ച കച്ചറുണ്ടാക്കാൻ അടിപൊളി ചെങ്ങായ. മൂപ്പര് ആടൊന്ന് പറയും, വീടൊന്നും പറയും, ഇവിടെ നിന്ന് മറ്റേത് പറയും. അങ്ങനെ ഒരു കച്ചറ, ഭയങ്കര കച്ചറ, വാറാണ് അവിടെ, വാറ്. എന്നിട്ട് ജാസ്മിൻ എന്തൊക്കെയോ പിച്ചമ്പളി പറയുന്നു, മറ്റെന്തൊക്കെയോ പിച്ചമ്പളി പറയുന്നു. പിന്നെ ഇവർ തമ്മിൽ ഒന്നിക്കണ മാതിരിയൊക്കെ നിൽക്കണേ. അവസാനം ലാസ്റ്റ് ഒരു ട്വിസ്റ്റ്, അത് പൊളിച്ച്. ക്യാപ്റ്റനായ ട്വിസ്റ്റ് സൂപ്പർ, വേറെ ലെവല് ട്വിസ്റ്റ്. സംഭവം ഇൻഡിവിജ്വലായി കളിക്കണം എന്ന് പറഞ്ഞിട്ട് ബാക്കി എല്ലാ പൊട്ടന്മാരും ഇൻഡിവിജ്വലായിട്ട് കളിച്ച്. പക്ഷെ പ്രശ്നം പറ്റിയെന്ന് പറഞ്ഞാൽ സിജോയും മറ്റൊരും കൂടി ഗ്രൂപ്പായി കഴിഞ്ഞു, സിജോയും റോക്കി ബായ് അങ്ങനെ ഇവർ ക്യാപ്റ്റനായി. അപ്പോൾ ക്യാപ്റ്റനല്ല, പിന്നെ അടുത്ത ഓരോ റൗണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോ റൗണ്ടിൽ മാറിയപ്പോൾ ലാസ്റ്റ് ടൈം 4 ആളുള്ളപ്പോൾ റോക്കി ബായ് ഉണ്ടായിരുന്നു, സിജോ ഉണ്ടായിരുന്നു, പിന്നെ ഒരു പെണ്ണുമ്പിള്ള ഉണ്ടല്ലോ, ഒരു സൈക്കോ മീൻസ് സൈക്കോളജിസ്റ്റ്, ഇതിനു ശ്രീലേഖയോ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് പെണ്ണുമ്പിള്ള. മുപ്പത്തി കാല് കാലെന്തോ പറ്റിപ്പോയി, എവിടെയോ കുത്തിപ്പോയി, പാവണ്ടാവും, ഇങ്ങനെ കളിക്കുന്നൊക്കെ ആയിരിക്കും, ആദ്യമായിട്ടൊക്കെ ആയിരിക്കും. മുപ്പത്തി അങ്ങനെ കാലുത്തിയിട്ടു, എന്നിട്ടും കളിച്ച്. എന്നിട്ട് അർജുൻ ഉണ്ടായിരുന്നു, അർജുൻ ഒരു കിടിലും ചെങ്ങായിട്ടോ. എനിക്കൊരു ഇതുവരെ കണ്ടതിൽ ഒരു വൃത്തി തോന്നിയത് അർജുനെയാണ്. ഒരു പാവം ചെങ്ങായിട്ട് ഇതുവരെ തോന്നുന്നു, വലിയ കച്ചറയും വലിയ സീനൊന്നും ആക്കില്ല, ഒരു പാവം ചെങ്ങായി. ഓനെന്തിനാ ഇങ്ങനെ പാവം തോന്നുന്നു, ഇവരിടയിൽ എന്തിനു മോനെ അതിൽ പോയിക്കിട്, നല്ല ചെങ്ങായല്ലേ എന്ന് എനിക്ക് തോന്നിപ്പോയി. പക്ഷേ ഫെയിം ആവുമല്ലോ, ഭയങ്കര അടിപൊളിയാണ്. പിന്നെ ഓന് ലാലേട്ട ഫാനാണ്, ഓൻ്റെ മെയിൻ ഉദ്ദേശം അതാണെന്ന് ഓന് പറഞ്ഞിട്ടുണ്ട്. വേറെ ഒന്നും ഓന് വലിയ ഇതില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ബിഗ് ബോസിൽ കാണിക്കുന്നത്. ആ ചെങ്ങായി ഒരു ഡിസേർവ് ചെയ്യുന്ന പോലെ ആൾ ജയിച്ച്. അങ്ങനെ അർജുനാണ് ഇതിൽ ക്യാപ്റ്റനായിട്ട് വന്നത്.
നല്ല രസമുണ്ട് കണ്ടിരിക്കുക, കച്ചറയോട് കച്ചറ. ഞാൻ പോയി കാണട്ടെ അടുത്ത്. കോമഡിയാണ്, നല്ല രസം, എൻ്റർടൈനിങ്ങാണ്. ഫുള്ള് വെറുതെ ഇങ്ങനെ അടി കാണുക. നമ്മൾ ഗെയിമിൽ വാലറൻ്റിലൊക്കെ കളിക്കുമ്പോൾ ഇതേമാതിരിയാണ്, ഫുള്ള് അടിയാണ്. എന്തൊരു സുഖം എന്നറിയും അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. അയ്യോ ഞാൻ അഡിക്റ്റായോ. സോ നിങ്ങൾക്ക് കണ്ടിട്ട് എന്താ തോന്നിയെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് ബിഗ് ബോസിൻ്റെ ഓരോ റിവ്യൂവും ഓരോ എൻ്റെ ഒപ്പീനിയനും ഒക്കെ കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ബിഗ് ബോസ് ഇനി ഇരുന്ന് കാണാം. സൂപ്പറേ. വെറുതെ ബാക്കിയുള്ളവരെ കുറ്റം നമ്മളിങ്ങനെ കാണാം. അപ്പുറത്തും ഇപ്പുറത്തുനിന്നൊക്കെ കുറ്റം പറയുന്നുണ്ട്, പക്ഷെ അതിനെക്കാട്ടും എനിക്ക് ഇഷ്ടമായത് തല്ലുപിടി കേട്ടോ. നല്ല രസമുണ്ട് തല്ലുപിടി. മറ്റേ ഓരോരുത്തർക്ക് മറ്റൊരു ജയിക്കേണ്ട, ഇവൻ ജയിക്കേണ്ട, അങ്ങനത്തെ ഒരു ഫീലൊക്കെ ഇതിൽ വരുന്നുണ്ട്. അത് നല്ല രസമുണ്ട്. ഒരാളങ്ങോട്ടും ഇങ്ങോട്ടും അടുപ്പിക്കുക, അത്രേ ഉള്ളൂ. അതാണ് ബിഗ് ബോസ് ഗൈസ്, സിമ്പിൾ. ഇനി നാളെ എന്തായിരിക്കും? ഒരു ചെറിയ ഗെയിമാണ്, ചെറിയ കുഞ്ഞു ഗെയിമാണ്, ചെറിയ ഒന്നുമില്ല. ഒരു ബോൾ പെറുക്കി ബാസ്ക്കറ്റിലാണ്. 4 മണിക്കൂറാണ് ആ ഒരു ഗെയിമിന്. എന്താല്ലേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫസ്റ്റ് എപ്പിസോഡ് കിടുവായിട്ടുണ്ട്. കിടുന്ന ട്വിസ്റ്റൊക്കെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് അർജുനെ ഭയങ്കര ലൈക്ക് ആയിട്ടോ. അർജുൻ നൈസ് ചങ്ങായി. പിന്നെ മുടിയനെ ഭയങ്കര നന്നായിട്ട് കാണില്ല. ബാക്കിയുള്ള നോറൊക്കെ എന്തിനാണ് വെറുതെ ആടി പടിയും. എനിക്ക് നോറേനൊക്കെ ഇങ്ങനെ ഒറ്റ തട്ട് കെട്ടാൻ തോന്നുന്നത്, ഒരു സുഖമില്ല. ബാക്കി എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കുഴപ്പമില്ല. ബാക്കിയുള്ളവരുടെ സ്വഭാവമൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങണുള്ളൂ. രതീഷ് എന്തായാലും കോണ്ടന്റ് മേക്കറാണ്. രതീഷ് റോക്കിയൊക്കെ എന്തെങ്കിലും ഒരു മാസ് ഇവർ സെലക്ട് ചെയ്യുന്നാലേ ഒരു പൊട്ടിത്തെറിക്കുന്ന ഒരു സാധനം ഉണ്ടാവും, മണ്ണ് പറഞ്ഞ് ചലിക്കുന്ന ഒരു സാധനം ഉണ്ടാവും. പിന്നെ ഒരു മാസ് അതായത് ഞാൻ ആണാണ് ആ ഒരു സാധനം ഉണ്ടാവും. അങ്ങനത്തെ ഒരു കാറ്റഗറി ആയിട്ട് കുറച്ച് ടീംസ്. പിന്നെ അഡ്വാൻസ്ഡ് കുറച്ച് അപ്ഗ്രേഡഡ് ആയിട്ടുള്ള വേർഷൻ ഉണ്ടാവും. അങ്ങനെ ഓരോരുത്തർ അങ്ങനെ ഇവർ സെലക്ട് ചെയ്തെടുക്കുന്നതല്ലേ. കാരണം അങ്ങനെ ഒരു ടീം വന്നു കഴിഞ്ഞാൽ ഈവൻ എന്നെ തന്നെ ഒരു റൂമിൽ അങ്ങനത്തെ ഒരാളായിട്ട് നിർത്തി കഴിഞ്ഞാൽ നമ്മൾ അടിയാകും. അത് ബിഗ് ബോസിന് നല്ല വൃത്തിക്കറിയാം, അതിനനുസരിച്ച് നിൽക്കുന്നുണ്ട്. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡ് കണ്ടിട്ട് അതിൻ്റെ റിവ്യൂവിൽ നമുക്ക് കാണാം. അപ്പോൾ ബൈ.